വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലെ തൊഴിലില്ലായ്മയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമെന്ന് കളമശ്ശേരിയിലെ NDA സ്ഥാനാർത്ഥി MP ബിനു. NDA മുന്നണിക്ക് അനുദിനം ജനപിന്തുണയേറുകയാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നില്ല. വികസനമാണ് കളമശ്ശേരിയിലെയും പ്രധാന വിഷയമെന്ന് MP ബിനു ജനം TVയോട് പറഞ്ഞു. കാണാം. NDAക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കളമശ്ശേരി. ഓരോ തവണയും വോട്ട് വർദ്ധിപ്പിച്ചതാണ് ചരിത്രം. NDAയുടെ സ്ഥാനാർത്ഥി MP ബിനുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൃത്യമായ രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾ നടത്താൻ ഇവിടെ കഴിയുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത്. വലിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും പല ഭാഗങ്ങളിലും പ്രചാരണത്തിൻ്റെ ഭാഗമായി എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു മണ്ഡലത്തിലെ മത്സരത്തെ കാണുന്നത്? പ്രത്യേകിച്ച് 24,000 വോട്ട് വരെ NDA നേരത്തെ നേടിയിട്ടുണ്ട്. ശക്തമായ സ്വാധീന മേഖലകളുണ്ട്. എങ്ങനെ കാണുന്നു? ഇവിടെ ഇന്ന് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ NDAക്ക് വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഓരോ കുടുംബവും. ഓരോ കുടുംബത്തിലും അവരുടേതായ വിഷമതകളുണ്ട്. ആ വിഷമതകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു വ്യവസായ മേഖലയാണിത്. ആ വ്യവസായ മേഖലയിൽ അവരുടേതായ തൊഴിലുകൾ ഇല്ലാതായി, വ്യവസായങ്ങൾ മുഴുവനും നശിച്ചു. ആ വ്യവസായങ്ങൾ മുഴുവനും നശിച്ച് നിൽക്കുന്ന ഈ സ്ഥലത്ത് അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഈ വ്യവസായ മേഖല. അതിൽ നിന്ന് റിസൈൻ ചെയ്തവരുണ്ട്, അതോടൊപ്പം തന്നെ ജോലി ഇല്ലാതായവരുണ്ട്. തൊഴിൽ മേഖല നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ വ്യവസായ മന്ത്രി പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത്തരം ഒരു മണ്ഡലത്തിലാണ് എല്ലാ മേഖലയിലും പിന്നോക്കാവസ്ഥ ഉണ്ടാകുന്നത്. അത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രചരണ വിഷയമായി മാറുന്ന ഒരു കാര്യം തന്നെയല്ലേ ഈ P രാജീവിൻ്റെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, അവിടുത്തെ സാഹചര്യങ്ങൾ? ഇവിടെ വ്യവസായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല. ആ വ്യവസായങ്ങൾ വെച്ചാൽ ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വഴിയിലൂടെ ഈ പാതാളം മേഖലയുടെ സഞ്ചരിക്കുമ്പോൾ രാവിലെ 7:30 മുതൽ 8 മണി വരെ ജനങ്ങൾ, തൊഴിലാളികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള ആ മേഖല ഒരു ബ്ലോക്കായിട്ട് തന്നെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കാറില്ലായിരുന്നു. പക്ഷേ നമുക്കിന്ന് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ വ്യവസായ മേഖലയിലും അവിടെ ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് തൊഴിലാളികളെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തൊഴിലാളികളെല്ലാം തന്നെ അകത്ത് കയറി കഴിഞ്ഞു. തൊഴിലാളികളില്ല, ഈ വ്യവസായങ്ങളെല്ലാം തന്നെ നശിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ വികസനം എവിടെയും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. അത് വെച്ച് നോക്കുമ്പോഴാണ് ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളോട് വലിയ അനുഭാവവും അതിനെ താല്പര്യപൂർവ്വം വീക്ഷിക്കുകയെല്ലാം ചെയ്യുന്നത്. ഈ വികസനം അത് കളമശ്ശേരിയിലും ഉണ്ടാകണം, രാജ്യത്തെങ്ങുമുള്ള വികസന മുന്നേറ്റം എന്നത് തന്നെയല്ലേ ജനങ്ങളുടെ ഒരു മാറി ചിന്തിക്കൽ എന്ന് പറയുന്നത്? വികസനം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ്. ആ സ്വപ്നം നമ്മുടെ രാജ്യത്ത് മറ്റ് സ്റ്റേറ്റിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സ്റ്റേറ്റിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 10,000 കോടി രൂപയുടെ വികസനം നരേന്ദ്രമോദിജി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. എറണാകുളത്ത് വന്ന് കൊച്ചിയിൽ വന്നിട്ട് പ്രഖ്യാപിച്ച ആ വ്യവസായം പോലും ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയോ അതോടൊപ്പം തന്നെ മറ്റ് അധികാര രാഷ്ട്രീയത്തിൽപ്പെട്ട നേതൃത്വങ്ങളോ ഒന്നും തന്നെ എത്താതെ വികസനത്തിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കളമശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായ മന്ത്രി പ്രതിനിധീകരിച്ച മണ്ഡലത്തിലെ വ്യവസായ മുരടിപ്പ്, ഒപ്പം തന്നെ വികസന മുന്നേറ്റം, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം, ഇതെല്ലാം വോട്ടായി മാറുമ്പോൾ വലിയ മുന്നേറ്റം തന്നെയാണ് കളമശ്ശേരിയിലും NDA പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് MP ബിനു അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.